കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ് ലീഗ്. അതിൽ സംശയം കോൺഗ്രസിനില്ല. കോൺഗ്രസിനെ നിലവിൽ കേരളത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പലതവണ മുസ്ലിം ലീഗിനെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അംഗീകരിച്ചുകൊണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പല നിലപാട് സ്വീകരിക്കുമ്പോഴും അതിനെതിരെ ശക്തമായി രംഗത്ത് കോൺഗ്രസ് എത്തുന്നതിൻ്റെ കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയങ്ങളിലും ലീഗിനെ അനുനയിപ്പിക്കുവാൻ പല തന്ത്രങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ഒരു സീറ്റ് ആവശ്യം ലീഗ് മുൻപോട്ട് വെക്കുമ്പോൾ അതിനെ ഏതു വിധേനയും അനുനയിപ്പിച്ച് ശരിയാക്കുക എന്ന വലിയ ഒരു ഉദ്യമത്തിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനുള്ളത് 2 സീറ്റുകളാണ്. അത് മൂന്നാമതൊരു സീറ്റ് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന ആവശ്യമാണ് ലീഗ് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFിനുള്ളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള 2 സീറ്റ് കൂടാതെ വയനാട്ടിലോ കണ്ണൂരിലോ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. പക്ഷേ വയനാട് കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വേണ്ട എന്നും ലീഗ് പറയുന്നുണ്ട്. പിന്നീട് ലീഗ് മുൻപോട്ട് വെക്കുന്നത് കണ്ണൂരാണ്. KPCC പ്രസിഡന്റായ K സുധാകരന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂർ, ആ കണ്ണൂര് തങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം ലീഗ് മുൻപോട്ട് വെക്കുന്നുണ്ട്. വയനാട്ടിൽ കോൺഗ്രസിനേക്കാൾ ശക്തി തങ്ങൾക്കുണ്ട്, അതുകൊണ്ട് വയനാട്ടിൽ തങ്ങൾക്ക് നൽകണം, അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ വേണ്ട എന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നു. കണ്ണൂരിൽ K സുധാകരൻ അങ്ങനെ വലിയ കോട്ടയായൊന്നും കരുതി വെച്ചിരിക്കുന്ന ഒരിടമല്ല. അവിടെയും മുസ്ലിം ലീഗിന് കൃത്യമായ ഇടമുണ്ട്. കോൺഗ്രസിന്റെ കൂടി വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം കണ്ണൂരിലും മുസ്ലിം ലീഗിന് വിജയിച്ചു വരാം. അതുകൊണ്ട് കണ്ണൂർ തരണം അല്ലെങ്കിൽ വയനാട് നൽകണം എന്ന ഒരു ആവശ്യമാണ് ലീഗ് മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആ 2 സീറ്റുകളും നൽകുവാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുസ്ലിം ലീഗ് എങ്കിലും അവരുടെ വിജയത്തിൽ അംഗീകാരം നൽകുന്നുണ്ട് എങ്കിലും ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലാതെ മുസ്ലിം ലീഗ് ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെന്ന ബോധ്യം മുസ്ലിം ലീഗിന് ഉണ്ടാകണം എന്നും കോൺഗ്രസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ലീഗിന് 3ാം സീറ്റ് ഇല്ല എന്ന കാര്യം സമരാഗ്നി എന്ന കോൺഗ്രസിന്റെ വലിയ ഒരു സമര പോരാട്ടത്തിന് ശേഷം KPCCയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ഈ കാര്യം ലീഗിനെ അറിയിച്ചത്. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുമിച്ച് ലീഗിന്റെ നേതാക്കന്മാരെ കണ്ട് ഈ കാര്യം പറയുകയായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കാര്യം പുറത്തുവിട്ടിട്ടില്ല. ചർച്ച നടക്കുകയാണ് എന്നാണ് ഇപ്പോഴും വാർത്തകൾ പുറത്തു വരുന്നത്. 3ാം സീറ്റ് നൽകാൻ കോൺഗ്രസ് എന്തായാലും തയ്യാറല്ല. പകരം വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് പറയുന്നത്. പക്ഷേ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള ആവശ്യമൊന്നും ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഘടകകക്ഷി യോഗത്തിലൂടെ കാര്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞ് 2 ആഴ്ചയായിട്ടും ഈ കാര്യത്തിൽ തീരുമാനമാകാത്തത് കാര്യങ്ങളെ കുറച്ചുകൂടി വൈകിപ്പിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു നിക്കക്കള്ളിയുമില്ലാതെ 2 സീറ്റിലേക്ക് തന്നെ ലീഗ് ഒതുങ്ങും എന്ന തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി ആയിരിക്കണം കോൺഗ്രസ് ഇങ്ങനെ വെച്ചു താമസിപ്പിക്കുന്നത്. കാരണം സമയമെടുക്കും തോറും ഉള്ള 2 സീറ്റിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് കൊണ്ടുവരണമെന്നത് ലീഗിന്റെ ആവശ്യമായതുകൊണ്ടും നിലവിലത്തെ സാഹചര്യത്തിൽ പൊന്നാനിയിൽ കാര്യമല്ലാത്ത ഭയം ലീഗിനുള്ളതുകൊണ്ടും അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ നിർണയിച്ച തെരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ നിൽക്കണമെന്ന ലീഗിന്റെ ആവശ്യമൊക്കെ കണക്കിലാക്കിക്കൊണ്ടാണ് 3ാം സീറ്റ് നൽകുന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനം പറയാതെ കോൺഗ്രസ് ഈ കാര്യത്തെ കുറച്ചുകൂടി വലിച്ചു നീട്ടി സമയം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ലീഗ് 3ാം സീറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. തരില്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പകരം രാജ്യസഭാ സീറ്റാണ് മുൻപോട്ട് വെക്കുന്നത്. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്ന ആവശ്യത്തിലാണ് ലീഗുമുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലീഗാണ് എന്ന ബോധ്യം ലീഗിനുണ്ട്. ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നൊരു തിരിച്ചറിവും ഈയിടെയായി ലീഗിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇടതുപക്ഷത്തിന്റെ പല അനുനയിപ്പിക്കൽ വർത്തമാനങ്ങളിലും വീണുപോകുന്ന തരത്തിൽ ലീഗ് മറുപടി നൽകുന്നത്. മുസ്ലിം ലീഗിന്റെ അനുയായികൾ അല്ലെങ്കിൽ അണികൾ
മൂന്നാം സീറ്റ് ഏതു വിധേനയും പിടിച്ചു വാങ്ങണമെന്ന ആവശ്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ലീഗിന്റെ നേതാക്കന്മാരോട്. അതുകൊണ്ട് തന്നെ ആവണം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ മൂന്നാം സീറ്റിനു വേണ്ടിയുള്ള ഉറച്ച തീരുമാനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തറപ്പിച്ചു നിൽക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഒരുപക്ഷെ വലിയ കോളിളക്കം സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു തീപ്പൊരി തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഈ മൂന്നാം സീറ്റ്. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റിൽ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെയാകണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമാകാത്തത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിലും വിജയിച്ചു വന്ന കോൺഗ്രസിന് ഇടതുപക്ഷത്തെക്കാൾ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ സാധിക്കും. പലയിടങ്ങളിലും നിർണ്ണയിക്കാതെ തന്നെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ആരംഭിച്ചും കഴിഞ്ഞു. പക്ഷേ കൃത്യമായ ഒരു ചിത്രം നൽകുവാൻ സാധിക്കാത്തത് ലീഗിന്റെ ഈ പിടിവാശി കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല എങ്കിൽ തങ്ങളെ ചേർത്ത് നിർത്താൻ താല്പര്യം പ്രകടിപ്പിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ലീഗ് പോയാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലീഗ് കൂടി പോയാൽ തകർന്നടിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. അതിനെ ഏതു വിധേനയും പിടിച്ചു നിർത്തുന്നത് തന്ത്രപരമായ നീക്കത്തിലൂടെ ആയിരിക്കുമെന്നതും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും മൂന്നാം സീറ്റ് നൽകുന്നതിലുമൊക്കെ കോൺഗ്രസ് വലിയ കാലതാമസം സ്വബോധത്തോടുകൂടി നടത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ തീരുമാനത്തെ അനുസരിച്ചായിരിക്കും ശക്തമായ കോട്ടയുള്ള കേരളത്തിൽ കോൺഗ്രസിന്റെ വിധി നിർണ്ണയിക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പ് വരും വരെ കാത്തിരിക്കണം. അതിനു മുമ്പ് ലീഗിന്റെ തീരുമാനമറിയണം.